നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങൾ 145 അധ്യായം 4 വാക്യം. തലമുറ തലമുറയോട് നിന്റെ ക്രിയകൾ പുകഴ്ത്തി നിന്റെ അത്ഭുത പ്രവൃത്തികൾ പ്രസ്താവിക്കും. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഉടനീളം വായിക്കുന്ന ഒരു വചനഭാഗമാണിത്. അല്ലെങ്കിൽ ഇതിൻ്റെ പല അർത്ഥങ്ങളും പല വേദഭാഗങ്ങളിലും പ്രത്യക്ഷമായും അപ്രത്യക്ഷമായും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. തലമുറ തലമുറയോട് കർത്താവിൻ്റെ പ്രവൃത്തികൾ വാഴ്ത്തുമെന്നും അതിനെ പുകഴ്ത്തി അവൻ്റെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി വിവരിക്കുമെന്നും പ്രസ്താവിക്കുമെന്നുമാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും പഴയ നിയമത്തിലുടനീളം പുതിയ നിയമത്തിലുടനീളം അത്ഭുത പ്രവൃത്തികളും അത്ഭുത രോഗസൗഖ്യങ്ങളും ഒക്കെയും നാം കാണുന്നുണ്ട്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് നാം ഇന്നായിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്ത എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ വചനവും സത്യമല്ലേ? അനാദി മുതലേ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ രചിക്കപ്പെട്ട സത്യവേദ പുസ്തകത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളമുള്ള ഇത്തരത്തിലുള്ള വചനങ്ങൾ ഒരുപക്ഷെ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ ഏറ്റവും പ്രചോദനം നൽകുന്ന ദൈവത്തിൻ്റെ സംഭാഷണങ്ങളായി പലപ്പോഴും അവതരിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഇതും അത്തരത്തിലൊരു വചനം തന്നെയാണ്. തലമുറകളായി നാം കൈമാറി വരുന്ന വിശ്വാസവും തലമുറകളിലൂടെ നാം നേടിയെടുത്ത ആർജിച്ചെടുത്ത വിശ്വാസത്തിൻ്റെ മൂല്യവും ഒക്കെയും ഇനിയും പകർന്നുകൊണ്ടേയിരിക്കും. ലോകാവസാനം വരെയും ദൈവത്തിൻ്റെ വചനം ജീവസുറ്റതായി നിലനിൽക്കുക തന്നെ ചെയ്യും. ജീവനുള്ളതും തേജസ്സുറ്റതുമായ ആ വചനത്തെ നോക്കി നമുക്കും പുഞ്ചിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്കും പ്രത്യാശയുടെ പുതിയ ഉൾവളികൾ തിരഞ്ഞു പിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ വചനം നമ്മെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു വ്യാപാരി അയാൾ കച്ചവടത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ പാതിരാത്രി ആയപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്ന ഒരു ഗ്രാമത്തിൽ അദ്ദേഹത്തിന് വിശപ്പടക്കുവാനുള്ള ഭക്ഷണം ലഭിച്ചില്ല. അദ്ദേഹം ചുറ്റിലും നോക്കിയപ്പോൾ ഒരുപാട് വീടുകൾ, എല്ലാ വീടുകളുടെ മുൻപിലും ഒരുപാട് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെയും വിളയിച്ച് വച്ചിരിക്കുന്നതായി അല്ലെങ്കിൽ കൃഷി ചെയ്ത് നിർത്തിയിരിക്കുന്നതായി കാണുകയാണ്. ഇത് കണ്ട് ഈ വ്യാപാരി ചിന്തിക്കുന്നുണ്ട്, തീർച്ചയായും ഏതെങ്കിലും ഒരു ഭവനത്തിൽ നിന്നും എനിക്ക് ഭക്ഷണം ലഭിക്കും, അത് ഉറപ്പാണ്. വഴിവക്കിലൊന്നും തന്നെ കടകളൊന്നുമില്ലായിരുന്നു, വാങ്ങിച്ച് ഭക്ഷിക്കുവാനും നിവൃത്തിയില്ലായിരുന്നു. പക്ഷേ ഈ അവസരത്തിൽ ഏതെങ്കിലും ഒരു കുടുംബം എന്നെ സഹായിക്കും എന്നതിൽ സംശയമില്ല. അങ്ങനെ അദ്ദേഹം തൻ്റെ മുൻപിൽ കണ്ട ഒരു വീടിൻ്റെ ഉമ്മറത്തേക്ക് കടന്നു ചെന്ന് വാതിലിലേക്ക് തട്ടുകയാണ്. അദ്ദേഹം വാതിലിൽ മുട്ടിയതിന് ശേഷം ആ വാതിൽ തുറക്കപ്പെടുന്നു. ഒരു വൃദ്ധ പുറത്തേക്ക് വരുന്നു. വൃദ്ധ ഇങ്ങനെ ചോദിക്കുന്നു, എന്താണ് താങ്കൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ആ വ്യാപാരി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ, ഞാൻ വളരെയധികം ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും വരികയാണ്. എനിക്ക് ഈ ഗ്രാമം പിന്നിട്ടുള്ള അടുത്തൊരു ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. പക്ഷേ ഈ രാത്രിയിൽ എനിക്ക് ഭക്ഷിക്കുവാൻ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണം. എന്നാൽ ഈ വൃദ്ധ പറയുന്നു, എനിക്കത് നൽകുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ഈ ഗ്രാമത്തിലെ ഏത് വീട്ടിൽ കയറിയാലും ഏത് ഭവനത്തിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാലും നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുകയില്ല. അപ്പോൾ ഈ വ്യാപാരി തിരിച്ചു പറയുന്നുണ്ട്, എല്ലാ വീട്ടിലും പച്ചക്കറികളില്ലേ, എന്നിട്ടും എനിക്ക് ഭക്ഷണം ലഭിക്കില്ലെന്നോ? അപ്പോൾ ഈ വൃദ്ധ പറയുന്നു, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളുടെ രീതി അതാണ്, ഞങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെയും അങ്ങനെയാണ്. ഞങ്ങൾക്ക് വേണ്ടി വിളയിക്കും, അത് പരസ്പരം കൈമാറുകയോ മറ്റുള്ളവർക്ക് നൽകുകയോ ചെയ്യുകയില്ല. ഇത് താങ്കൾക്കും ബാധകമാണ് എന്ന് പറയുകയാണ്. ഇത് കണ്ട് വ്യാപാരിക്ക് മനസ്സിലാകുന്നു, ഭക്ഷണം ലഭിക്കുകയില്ല, പക്ഷെ ഭക്ഷണം കഴിക്കണം. എങ്ങനെ? അയാൾ ഒരു പോംവഴി കണ്ടെത്തുന്നു. എന്തായിരുന്നു ആ പോംവഴി? കഥയിലേക്ക് നമുക്ക് മടങ്ങാം. അതിനു മുൻപായി ആദ്യത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സന്തോഷ് കുമാർ. സന്തോഷ് കുമാർ. അങ്ങള് എവിടെന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരം. നെയ്യാറ്റിൻകരയില്ല. സാർ എന്ത് വർക്ക് ചെയ്യുവാണോ? ഞാൻ ഒരു സുവിശേഷകനാണ്. സുവിശേഷകനാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് മോളുണ്ട്, വൈഫുണ്ട്, മോനുണ്ട്. മോള് കല്യാണം കഴിഞ്ഞു, കൊച്ചു മോളുണ്ട്. ഓക്കെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? എല്ലാവരും ദൈവകൃപയാണ്. ഓക്കെ, ദൈവകൃപയാൽ അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കയറിയാലോ സാർ? തുടങ്ങാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, അധികാരത്തോട് എതിർക്കുന്നവൻ എന്തു ചെയ്യുന്നു?
ഒന്നുകൂടി ചോദിക്കുമോ? അധികാരത്തോട് എതിർക്കുന്നവൻ എന്ത് ചെയ്യുന്നു? അധികാരത്തോട് അധികാരത്തെടുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. അതെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഓക്കെ. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, ദൈവവ്യവസ്ഥയോട് എതിർക്കുന്നു. ഓക്കെ. ബൈബിള് മാറുന്നതനുസരിച്ച് വേർഡിങ്സിൽ മാറ്റം ഉണ്ടാകുവേ. ഇതിൽ മറക്കുന്നു. ഓക്കെ, ഇവിടുത്തെ ബൈബിള് പ്രകാരം ഉള്ളതാണ് എതിർക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ഏത് മനുഷ്യനും ആർക്ക് കീഴ്പ്പെട്ടിരിക്കണം? ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. ദൈവത്താൽ നിയമിക്കപ്പെട്ട. ആർക്കാണ്? ദൈവത്താൽ നിയമിക്കപ്പെട്ട ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. അതെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, മേലധികാരികൾക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. സാർ, ഒരു വചനം പങ്കുവെക്കാവോ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഇതിന്റെ റെഫറൻസ് ഓർമ്മയുണ്ടോ? റെഫറൻസ് ഓർമ്മയില്ല. എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യം. എപ്പോഴും ഉപയോഗിക്കുന്ന. അതെ അതെ. ഓക്കെ ഓക്കെ, അങ്ങനെ പെട്ടെന്ന് ഇവിടെ ഉപയോഗിച്ചു അല്ലേ? അതെ അതെ. ഓക്കെ, സന്തോഷം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്, ഏത് പ്രവൃത്തി ചെയ്യുന്നവർക്കാണ് മേലധികാരികളെ ഭയപ്പെടേണ്ടി വരുന്നത്? ദൈവാധികാരത്തിന് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. അതെ, അത് തന്നെയാണ്. അത് മറക്കുന്നവർ ശിക്ഷാവിധി പ്രാപിക്കും എന്നാണ് ഇതിൽ കിടക്കുന്നത്. അതെ, അത് തന്നെയാണ്. അത് കുറച്ച് ട്രാൻസ്ലേഷൻ വരുമ്പോഴുള്ള വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. ഉത്തരം ശരിയാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർക്ക്. അത് കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്താണ് അതിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇങ്ങനെയാണ്, നികുതി, ചുങ്കം, ഭയം, ആദരവ് എന്നിവ കൊടുക്കേണ്ടത് ആർക്കാണ്? ഏഴാമധ്യത്തിലെ എല്ലാ കാര്യങ്ങൾക്കും കടമായുള്ളത് കൊടുപ്പിൻ. നികുതി കൊടുക്കുന്നവന് നികുതി, ചുങ്കം കൊടുക്കുന്നവന് ചുങ്കം, ഭയം കാണിക്കേണ്ടതിന് ഭയം, മാനം കാണിക്കേണ്ടതിന് മാനം. ഓക്കെ, അത് തന്നെയാണ്, ശരി ഉത്തരം തന്നെയാണ് സാർ. അത് കുഴപ്പമില്ല, അത് ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അത് നമ്മുടെ ഇവിടുത്തെ ബൈബിൾ പ്രകാരം വരുമ്പോ അത് കുറച്ചുകൂടെ ഷോർട്ട് ആക്കിയാ പറയുന്നത്. കൊടുക്കേണ്ടവന് കൊടുക്കുവിൻ. ഇപ്പൊ ദാനം, ഇപ്പം നികുതി കൊടുക്കേണ്ടവന് നികുതി കൊടുക്കുവിൻ, ചുങ്കം കൊടുക്കേണ്ടവന്, അതാണ് അവിടെ മാറിക്കിടക്കുന്നത്. മീൻസ് ആ വേർഡിങ്സിൽ മാറ്റം. അതെ അതെ. അപ്പൊ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. വലിയൊരു കൺഗ്രാറ്റുലേഷൻ. സാർ, പാട്ടൊക്കെ പാടാറുണ്ടോ? അത്യാവശ്യം പാടാന്നുള്ളേ ഉള്ളൂ ആരാധനയ്ക്ക്. അതെ, എന്നാ പിന്നെ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പാടാവോ? പാടാനല്ലോ. ഓക്കെ. ആഴിയാഴത്തിൽ ഞാൻ കീടന്നു, ൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കീടന്നു, ൂരിരുൾ എന്നെ മറപിടിച്ചു. താതൻ തിരുകരം തേടിയെത്തി, തന്റെ മാറോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണെൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. മതിയാവല്ലോ മേഡം? നന്നായിട്ട് പാടി കേട്ടോ. നന്നായിട്ട് ഒരു പറഞ്ഞില്ലേ, ആരാധനയ്ക്കൊക്കെ പാടുന്ന ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സാർ. ഇനി വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള സന്തോഷ് സാറായിരുന്നു നമ്മളോടൊപ്പം കോളിലുണ്ടായിരുന്നത്. വളരെ നല്ല രീതിക്ക് തന്നെ എല്ലാ ഉത്തരങ്ങളും പറയുകയും അതുപോലെ നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി വചനമൊക്കെ പങ്കുവച്ചു. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു കോളായിരുന്നു. സാറിനും കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ആ വ്യാപാരി തനിക്ക് ഭക്ഷണം ലഭിക്കുവാൻ വേണ്ടി ഒരു എളുപ്പ വഴി കണ്ടുപിടിക്കുകയാണ്. ആ വൃദ്ധയോട് ഇങ്ങനെ പറയുന്നു, എൻ്റെ കയ്യിൽ ഒരു മാന്ത്രിക കല്ലുണ്ട്,
അതിട്ട് ഞാൻ ഇനി സൂപ്പ് ഉണ്ടാക്കി കുടിച്ചോളാം, അങ്ങനെ എൻ്റെ വിശപ്പ് മാറിക്കോളും. ഇത് കേട്ട് വൃദ്ധ ചോദിക്കുന്നു, മാന്ത്രിക കല്ലുകൊണ്ട് സൂപ്പോ? കല്ലുകൊണ്ട് ആരെങ്കിലും സൂപ്പ് ഉണ്ടാക്കുമോ? അപ്പോൾ ഈ വ്യാപാരി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ വിശിഷ്ടമായിട്ടുള്ള ഒരു കല്ലാണ്, ഇതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ വീടിൻ്റെ മുറ്റത്തായിട്ട് തന്നെ അടുപ്പ് കൂട്ടുകയാണ്. വിറകെടുത്ത് കത്തിക്കുന്നു, ഒരു കലത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നു, അതിലേക്ക് കല്ലിടുന്നു. ഇത് കണ്ട് അത്ഭുതത്തോടെ ആ വൃദ്ധ നിൽക്കുകയാണ്. ഈ വീടിന് മുറ്റത്ത് തീയും പുകയും ഒക്കെ കണ്ട് അയൽക്കാർ ഇറങ്ങി നോക്കുന്നു. അവരാരും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പ്രവൃത്തി. ഒരു മനുഷ്യനത വീടിൻ്റെ ഉമ്മറത്തിരുന്ന് തീയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു. എല്ലാവരും ആ വീടിൻ്റെ മുന്നിലേക്ക് നടന്നെടുക്കുന്നു. എല്ലാവരും വന്ന് നോക്കുമ്പോൾ കാണുന്നത് കലത്തിനുള്ളിലെ വെള്ളത്തിലേക്ക് കല്ലിട്ട് സൂപ്പ് ഉണ്ടാക്കുന്ന ഈ വ്യാപാരിയാണ്. എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുന്നു, എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുക? പക്ഷെ അദ്ദേഹം പറയുന്നു, ഇതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. വളരെ കുറച്ചധികം നിമിഷങ്ങൾക്ക് ശേഷം ഒരു തവി ഉപയോഗിച്ച് അതിൽ നിന്നും വെള്ളം കോരി കയ്യിലേക്ക് എടുത്ത് അദ്ദേഹം കുടിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, കുറച്ച് മുളക് പൊടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നനെ, കുറച്ച് ഉപ്പും കൂടി ചേർത്തിരുന്നെങ്കിൽ അതിലും ശ്രേഷ്ഠമായേനെ. അപ്പോൾ ഉടനെ തന്നെ ആ വൃദ്ധ വീടിനകത്തേക്ക് പോയി ഉപ്പും മുളക് പൊടിയും കൊണ്ട് നൽകുകയാണ്. കുറച്ച് നിമിഷത്തിന് ശേഷം ഇദ്ദേഹം വീണ്ടും അതെടുത്ത് രുചിച്ച് നോക്കിയതിന് ശേഷം പറയുന്നു, വളരെ സ്വാദിഷ്ടമായിട്ടുണ്ട് എൻ്റെ ഈ സൂപ്പ്, പക്ഷെ കുറച്ച് ക്യാരറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. ഇത് കേട്ട് അടുത്തുള്ള ഒരാൾ അയാളുടെ വീട്ടിലേക്ക് പോയി മുറ്റത്തു നിന്നും ക്യാരറ്റ് പറിച്ചെടുത്ത് ഇദ്ദേഹത്തിന് നൽകുന്നു. ക്യാരറ്റ് കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം അദ്ദേഹം വീണ്ടും കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറയുന്നു, കുറച്ച് തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. അങ്ങനെ ഓരോ പച്ചക്കറി വിഭവങ്ങളായി അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. നാട്ടുകാർ ഇതിൽ സ്വാദിഷ്ടമായ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ കല്ലുകൊണ്ട് എന്താണ് പ്രത്യേകതയുള്ളൊരു സൂപ്പ് എന്നൊക്കെ കരുതി ഓരോ പച്ചക്കറികളും നൽകിക്കൊണ്ടേയിരുന്നു. പിന്നീട് എങ്ങനെയായിരിക്കും ഈ സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക? തങ്ങൾ കൊടുത്ത പച്ചക്കറികൾ ഉപയോഗിച്ചാണ് ഇദ്ദേഹം സൂപ്പ് ഉണ്ടാക്കിയതെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി കാണുമോ? കഥയുടെ അന്ത്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാമ്മ ജോസഫ് ഫ്രം കോട്ടയം പുല്ലിരിക്കുന്ന്. സാറാമ്മ ആന്റിയാണല്ലേ? അതെ മോനെ. കോട്ടയത്ത് നിന്ന്. ആന്റി വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലിപ്പോ എന്റെ കൊച്ചുമക്കള് രണ്ടുമുണ്ട് എന്റെ കൂടെ. രണ്ടുപേരുണ്ട്. ഓക്കെ, അപ്പൊ 3 പേരും കൂടെ അവിടെ അങ്ങ് ആഘോഷമാക്കുവാണ്. രണ്ടുപേരും കൂടെ ഉണ്ട്. ഓക്കെ, ആന്റി കോട്ടയത്ത് എങ്ങനെയാ, മഴയൊക്കെ കിട്ടുന്നുണ്ടോ കാര്യമായിട്ട്? മഴയുണ്ട്. ഇന്ന് 2 ദിവസമായിട്ട് ഇപ്പൊ മഴയില്ല മോനെ, എന്നാലും മഴ കിട്ടി. ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഉണ്ട്. ഞങ്ങക്ക് വെള്ളമൊക്കെ ഇല്ലായിരുന്നു. അതൊക്കെ കിട്ടി. വലിയ ചൂടൊക്കെ മാറി. ഇപ്പൊ ഒരു നോർമൽ സ്റ്റേജിൽ പോകുന്നു. നോർമൽ സ്റ്റേജിലേക്ക് എത്തി. ബാക്ക് ടു നോർമൽ ലൈഫ്. ഓക്കെ, അപ്പൊ ആന്റി നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാവേ. അതിനു മുൻപ് നമ്മുടെ ചോദ്യങ്ങളിലോട്ടൊന്ന് കേറി നോക്കിയാലോ? പിന്നെന്താ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കഷ്ടതയിൽ നാം കാണിക്കേണ്ടത് എന്താണ്? കഷ്ടതയിൽ നാം കാണിക്കേണ്ടത് കഷ്ടതയിൽ നാം എന്ത് കാണിക്കണം? ക്ലൂ വേണോ? സഹിഷ്ണുത കാണിക്കണം. ക്ലൂ ഒന്നും വേണ്ടല്ലേ, ഡിമാൻഡ് പോയി എന്റെ ക്ലൂവിന്റെ. അയ്യോ കുഴപ്പമില്ല, ഇനിയും വേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഉത്തരം എന്തായാലും ശരിയാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, സഹിഷ്ണുത. അത് നല്ല പ്രാസം ഉണ്ടല്ലേ, കഷ്ടതയിൽ നാം സഹിഷ്ണുത കാണിക്കണം. അതെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ നാം എന്ത് കാണിക്കണം? കൂട്ടായ്മ കാണിക്കണം. ആന്റി എന്ത് പറഞ്ഞാലും ഉത്തരം ശരിയാട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, കൂട്ടായ്മ. ഓക്കെ, അപ്പൊ നമുക്ക് 2 ചോദ്യങ്ങൾ നമ്മൾ പിന്നിട്ടു. ഇനി 2 ചോദ്യങ്ങളെ ഉള്ളൂ. അപ്പോൾ ആ 2 ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അതിന് മുൻപായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇന്ന് എന്ത് പാട്ടാ പാടുന്നേ? പാട്ടോ? ഒരു പാട്ട് പറ്റും? പാടാം. നീഴലിൻ താഴ്വരയിൽ ശരണമായേനിക്കേശുണ്ട്, കരളാടിഞ്ഞു എൻ കൈകൾ വീടിച്ചു കാരോതി നാടത്തും അന്ത്യം വരി. കരളാടിഞ്ഞു എൻ കൈകൾ വീടിച്ചു കാരോതി നാടത്തും അന്ത്യം വരി.
വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവിനും ഈ വിശ്രാമ ദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവിനും ഈ വിശ്രാമ ദേശത്തു പോകുന്നു ഞാൻ. ആന്റി മോനെ ആ എന്തോ നന്നായിട്ട് പാടി കേട്ടോ. പാടാനൊക്കെ മേലെ ശ്വാസമുട്ടലൊക്കെയാ. ഇതിന്റെ ശരിക്കുള്ള ഫീൽ എന്താണെന്നറിയോ? നമ്മൾ ഈ വീട്ടിലൊക്കെ അമ്മാമ്മമാരൊക്കെ ഇങ്ങനെ പാടത്തില്ലേ, ഈ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഒരു സമയമാകുമ്പോ വിളിച്ചിരുത്തി കൊച്ചുമക്കളെയൊക്കെ വിളിച്ചിരുത്തി അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു നൊസ്റ്റാൾജിക് ഫീൽ. ഓ താങ്ക് യു. ഓക്കേ, അപ്പൊ ഇനിയും നമുക്ക് പാട്ടൊക്കെ പഠിച്ചിട്ട് വചന സമീക്ഷയിലൊക്കെ വിളിക്കണം. തീർച്ചയായിട്ടും. യെസ്, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാലോ. ചോദ്യം ഇതാണ്: തിന്മയെ വെറുത്ത് ഏതിനോട് പറ്റിച്ചേരണം? നല്ലതിനോട് പറ്റിച്ചേരണം. സ്വാഭാവികം, അത് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്, നല്ലത്, അതായത് നന്മയോട് പറ്റിച്ചേരണം. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ചോദ്യം പിന്നിട്ട സ്ഥിതിക്ക് ഒരു വചനം നമുക്ക് ഒന്ന് ഷെയർ ചെയ്താലോ? വചനം ഷെയർ ചെയ്യാം. ഇനി നിങ്ങളെ വചനം പറഞ്ഞു നടത്തിയവരെ ഓർത്തുകൊള്ളുക. എബ്രായർ 13:9. 13:9. ഇതിപ്പോ എന്നെക്കാളും ഭയങ്കര ഓർമ്മശക്തി കേട്ടോ, അസൂയ തോന്നുന്നു. അതെ, അത് ഓർക്കാനൊരു കാര്യം, നമ്മളെ വചനം പറഞ്ഞ് നടത്തിയവരെന്ന് പറയുമ്പോ എത്രയോ ആൾക്കാരുണ്ട് മോനെ, എത്രയോ പേര്. ഫസ്റ്റില് എനിക്ക് എന്റെ അപ്പച്ചനെ അമ്മച്ചി ഓർമ്മ, എന്റെ അമ്മച്ചി, എന്റെ അപ്പച്ചൻ. പിന്നെ നമ്മളെ സൺഡേ സ്കൂൾ അധ്യാപകര്, എത്രയോ അധ്യാപകര് നമ്മളെ പഠിപ്പിച്ചു സൺഡേ സ്കൂള്. അതിലിന്നും അവരുടെ മുഖവും അവരുടെ മുമ്പിൽ കൂടെ പണ്ട് ഈ ഇതില്ലേ സ്തോത്രകാഴ്ച എന്ന് പറയുമ്പം ഒരു തീപ്പെട്ടി അരി, എന്റെയൊക്കെ കുട്ടില് ഇന്നല്ലേ പൈസ, ഒന്നുകിൽ ഒരു തീപ്പെട്ടി അരി അല്ലെങ്കിൽ കടലാസിൽ പൊതിഞ്ഞൊരു ശകല അരി അമ്മച്ച് തന്നു വിടുന്നത്. അതാ മേശയ്ക്ക് ചുറ്റും നടന്ന് പാട്ട് പാടുമ്പം ഞങ്ങൾ ഓരോരുത്തരും മേശയ്ക്ക് ചുറ്റും നടന്ന് ആ മേശ കൊണ്ട് വെക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്നേരം അന്ന് ആ സമയത്ത് നമ്മള് കൊച്ചുപിള്ളേരായിരിക്കുമ്പോ വചനം പറഞ്ഞു വന്ന മുതിർന്നവരുടെ അപ്പച്ചന്മാരുടെ പ്രായമുള്ളവരുടെ ഒക്കെ മുഖം ഇപ്പോഴും എന്റെ മുമ്പിലുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് ആ വചനത്തിന് ഭയങ്കര എന്താ പറയാ, ജീവിതമായിട്ട് ഭയങ്കര കണക്ടിവിറ്റി കൂടുതലായിരിക്കും. കണക്ടിവിറ്റി കൂടുതലാണ്. കാരണം നമ്മൾ ഓരോ വചനം ഓർക്കുമ്പോഴും ഇത് ഇന്ന സാറ് പഠിപ്പിച്ചതാ, അല്ല ഇന്ന സാറാ പറഞ്ഞു തന്നെ, അത്രയും എന്നൊരു ഓർമ്മ. അതെ, പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ സംസാരമൊക്കെ കേൾക്കാൻ. നമുക്ക് സമയത്തിന്റെ പരിധി കൊണ്ട് മാത്രം നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മുഴുവൻ കേട്ടോ. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: അന്യോന്യം സ്നേഹിക്കുന്നതിന്റെ മാതൃക എന്താണ്? അന്യോന്യം സ്നേഹിക്കുന്നതിന്റെ മാതൃക അല്ലേ? എങ്ങനെ തുല്യം സ്നേഹിക്കണം, ആരെ പോലെ സ്നേഹിക്കണം, അതാണ് ചോദ്യം. അന്യോന്യം സ്നേഹിക്കുന്നതിന്റെ മാതൃക. സഹോദര പ്രീതിയിൽ അന്യോന്യം സ്നേഹിക്കണം. ലോക്ക് ചെയ്യട്ടെ ഞാൻ ആ ഉത്തരം. ഹലോ ആന്റി, പേടിച്ചോ? പേടിച്ചൊന്നുമില്ല. സഹോദര പ്രീതിയില് അന്യോന്യ സ്ഥായികൊണ്ട് സ്നേഹിക്കണം. അതാ ബഹുമാനിക്കുകയും സ്ഥായി കൊണ്ട് ബഹുമാനിക്കുകയും അന്യോന്യം സ്നേഹത്തില് മുന്നിട്ട് കൊള്ളുന്ന. ഓക്കെ, എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഞാനത് ലോക്ക് ചെയ്യട്ടെ? അയ്യോ, എന്നെ തെറ്റിക്കോ? ഇല്ല, ഉത്തരം ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തു. ലോക്ക് ആന്റി, ലോക്ക് ഇട്ടാ നമ്മളൊരു ഒന്നാന്തരം ഗോദ്രേജ് പൂട്ടിട്ടേ പൂട്ടു. ഉത്തരം ശരിയാണ്. എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. അതെ, ആദ്യം എന്നെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചല്ല, അപ്പൊ ഞാനും പേടിപ്പിച്ചേ. കൺഗ്രാറ്റുലേഷൻ. അതെ, പകരത്തിന് പകരം പിന്നെ ഇത് ചെയ്യാതിരിക്കണമെന്ന് പഠിച്ചു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. മിടുക്കി. ഓക്കെ, അപ്പോ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സഹോദര തുല്യം സ്നേഹിക്കണം. അപ്പൊ നമ്മള് 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നല്ലൊരു പാട്ട് കിട്ടി, പിന്നെ ഒരു വചനം കിട്ടി. ആ വചനം ഭയങ്കര ജീവനുള്ളതായിട്ട് തോന്നുന്നുണ്ട് നമുക്കും. ആര് പറഞ്ഞ സമയത്ത് എനിക്കും ഈ നമ്മളെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചവരൊക്കെ ഓർമ്മ വന്നു. ഒരു മത്തായി സാർ, ഒരു പ്രായമുള്ള അപ്പച്ചനാ. മത്തായി സാറ് ഇന്നും പഠിപ്പിച്ച പാട്ടും എന്റെ മനസ്സിലുണ്ട്. ഞാൻ വല്ലപ്പോഴൊക്കെ പാടാറുണ്ട്. അതെ, നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അത് പാടിത്തരണം കേട്ടോ. ഞാനിത് ഓർമ്മിച്ച് വെച്ചേക്കും.
ശരി, ആയിക്കോട്ടെ. ഓക്കെ ആന്റി, അപ്പൊ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ, ഇനിയും വിളിക്കാം. സന്തോഷം. പ്രാർത്ഥിക്കുന്നു. ഓക്കെ എല്ലാവരും ഓക്കെ, താങ്ക് യു സോ മച്ച്. സാറാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിലുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റിയൊക്കെ പകരുന്ന ഒരമ്മ. തീർച്ചയായിട്ടും ആ ഒരു വചനത്തിൻ്റെയും ആ ഒരു ഗാനത്തിൻ്റെ ഒക്കെ ഒരു തീവ്രത ആ ഭവനത്തിൽ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസരിപ്പ് ആ ഭവനത്തിൽ അനുഗ്രഹമായിട്ട് വരും എന്നുള്ളതിൽ സംശയമില്ല. അത്രത്തോളം വചനത്തെ സ്നേഹിക്കുന്ന ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ഈശോ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വന്നാലോ? നമ്മുടെ കഥയിൽ ആ വ്യാപാരി ഒരു കലത്തിലേക്ക് വെള്ളമിട്ട് സൂപ്പ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ നാട്ടിലുള്ള ഗ്രാമവാസികളെല്ലാവരും പലതരത്തിലുള്ള പച്ചക്കറികൾ ഇദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിലായി ഇദ്ദേഹം ഈ കല്ല് അതിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കലത്തിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് പച്ചക്കറികൾ കൊണ്ട് നിറഞ്ഞ് നല്ല സ്വാദ് തോന്നിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ല മണമുള്ള രീതിയിലേക്ക് ഒരു നല്ല മിശ്രിതമായിട്ട് ആ സൂപ്പ് മാറുകയാണ്. ആ കല്ലെടുത്ത് മാറ്റി ഇദ്ദേഹം എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്നു. അപ്പോഴെല്ലാവരും അദ്ദേഹത്തെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി, ശരിക്കും ആ കല്ലിലല്ല സൂപ്പിൻ്റെ മാധുര്യം ഇരുന്നത്, അല്ലെങ്കിൽ സൂപ്പിൻ്റെ രുചി ഇരുന്നത് അവർ കൊണ്ടുപോകുന്ന പച്ചക്കറികളിലായിരുന്നു. അവരെല്ലാവരും തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുകയാണ്. പരസ്പരം പങ്കുവയ്ക്കുന്നതിലാണ് സ്നേഹം, അല്ലാതെ എനിക്ക് വേണ്ടി എന്ന സ്വാർത്ഥത താല്പര്യത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നതല്ല, അല്ലെങ്കിൽ പങ്കുവയ്ക്കലുകൾ ഇല്ലാത്തിടത്ത് സ്നേഹം ഉണ്ടാവുകയില്ല എന്നുള്ള സത്യം അവർ തിരിച്ചറിയുകയാണ്. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആ വൃദ്ധയുടെ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്ന് ആ സൂപ്പ് കുടിക്കുകയാണ് സന്തോഷത്തോടു കൂടി. ഈ കാഴ്ച അങ്ങ് ദൂരേക്ക് നടന്നു നീങ്ങിയ ആ വ്യാപാരി തിരിഞ്ഞു നിന്ന് കാണുകയാണ്. അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല, അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയ അല്ലെങ്കിൽ അദ്ദേഹം പടുത്തുയർത്തിയ ഒരു നുണക്കഥയിൽ നിന്നും ഇത്രയും വലിയ ഐക്യത്തിലേക്ക്, ഇത്രയും വലിയ സന്ദേശത്തിലേക്ക് ഈ ഗ്രാമവാസികളെ കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ കഥ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു സന്ദേശം നമ്മൾ പഠിച്ചേ മതിയാകൂ. അതിലേക്ക് വരുന്നതിന് മുൻപായി ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സൂസൻ ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? മല്ലപ്പള്ളിയിൽ നിന്ന് വിളിക്കുന്നു അല്ലെ ആന്റി? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭർത്താവും മക്കള് രണ്ടുപേര്. ആന്റി വർക്ക് ചെയ്യുവാണോ അതോ വീട്ടിലാണോ? അല്ല, ഹൗസ് വൈഫാണോ? ഓക്കെ. അവിടെ മഴയൊക്കെ ഉണ്ടോ മല്ലപ്പള്ളിയില്? ഇന്ന് പെയ്തില്ല. എന്നാലും ചൂടില്ലല്ലോ, കാലാവസ്ഥ നല്ലതല്ലേ? ഭയങ്കര ചൂടുണ്ട്. വെയിലായ ഭയങ്കര ചൂട്. ഓ അങ്ങനെ, ഓക്കെ. അപ്പൊ ആന്റി, നമുക്ക് എന്തായാലും വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാവേ. ചോദ്യം ഇതാണ്: ജഡിക മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കാതെ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും. ഓക്കെ ആന്റി, ഉറപ്പിച്ചോട്ടെ ഉത്തരം? ഓക്കെ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സസ്യാദികളെ ഭക്ഷിക്കുന്നത് ആരാണ്? ബലഹീനൻ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. സംശയമൊന്നും വേണ്ട, അതിലൊരു സംശയത്തിന്റെ ധ്വനി വന്നു. ഓക്കെ, അപ്പൊ നമ്മള് എന്തോ ആന്റി? അല്ല, സംശയത്തിന്റെ വന്നില്ല എന്ന് പറഞ്ഞ അപ്പൊ അതെന്റെ തോന്നല, സോറി. അപ്പോ നമ്മള് 2 ചോദ്യങ്ങൾ പിന്നിട്ടു. ആന്റിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ആരാ? ദാവീദ്. കാരണം ദാവീദ് സത്യസന്ധനായിരുന്നു, പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ജീവിതത്തിൽ എപ്പോഴും ആന്റിയും സത്യസന്ധത പിന്തുടർന്നിട്ടുണ്ടോ? നിവൃത്തി ഉണ്ടെങ്കിൽ. ഓക്കെ. പക്ഷെ ദാവീദിനാണ് അപ്പോ ഇഷ്ടമുള്ള കഥാപാത്രം അല്ലേ? അപ്പോ ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഒരു വചനം കൂടെ ഒന്ന് പറയാവോ? ഞാൻ എല്ലാ കാലത്തും വായിക്കും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. റെഫറൻസ് ഓർമ്മയുണ്ടോ? സങ്കീർത്തനം 34:1. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: വിശ്വാസത്തിൽ ബലഹീനനായവനെ നാം എന്തു ചെയ്യണം? ചേർത്തുകൊള്ളണം.
ഉത്തരം ഏകദേശം ഏറെക്കുറെ ശരിയാണ്. ഉത്തരം ശരിയാണ് കേട്ടോ, വാക്ക് വേറെ ആയെന്നേ ഉള്ളൂ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെയാണ്? അവനെ സ്വീകരിച്ചു കൊള്ളണം, ചേർത്ത് കൊള്ളണം, അത് തന്നെയാണ്. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കാത്തവനെ എന്ത് ചെയ്യരുത്? ധിക്കരിക്കരുതെന്നാണോ? വിധിക്കരുത്. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: വിധിക്കരുത്, നിന്ദിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആന്റി എന്തായാലും ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. മല്ലപ്പള്ളിയിൽ നിന്നും സൂസൻ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റിക്കും കുടുംബത്തിനും എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക്, നമ്മുടെ ഇന്നത്തെ അധ്യായത്തിന്റെ അന്ത്യത്തിലേക്ക് മടങ്ങി വരാം. ആ ഗ്രാമവാസികൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടാണ് വ്യാപാരി അവിടെ നിന്നും യാത്രയാകുന്നത്, അല്ലേ? ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമുക്കുള്ളതിനെ നമ്മൾ കൈയടക്കി വയ്ക്കാറുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ പലപ്പോഴും നമ്മൾ മടിക്കാറുണ്ട്. നമുക്ക് തന്നെ ഇത് തികയില്ല, പിന്നെയാണോ മറ്റൊരാൾക്ക് എന്നൊരു ചിന്ത അറിയാതെയെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് പരസ്പരം പങ്കുവയ്ക്കുവാനും പരസ്പരം പങ്കുവയ്ക്കലിലൂടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. പല തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പല തെറ്റിദ്ധാരണകളുടെയും പുറത്ത് കരുതിക്കൂട്ടി വച്ചിരിക്കുന്ന പല ചിന്തകളും അല്ലെങ്കിൽ നമ്മൾ പടുത്തുയർത്തി വച്ചിരിക്കുന്ന പല മതിൽക്കെട്ടുകളും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും അനുഭവത്തിലൂടെ വലിയൊരു വിസ്തൃതിയുള്ള ഭൂപ്രദേശമാക്കി അല്ലെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന തരിശു നിലങ്ങളെ പച്ചപ്പുള്ള പുൽമേടുകളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ ഹൃദയമാകുന്ന ഈ പച്ചപ്പ് നിറഞ്ഞ പുൽമേടിനെ മറ്റുള്ളവരിലേക്ക് കൂടി ഹൃദയവും അതുപോലെ തന്നെ ഹരിതാപവും പച്ചപ്പും ഒക്കെ പകർന്നു നൽകുവാൻ തക്ക വിധത്തിൽ കേൾപ്പുള്ള നല്ല മനസ്സിനുടമകളായി നമുക്ക് മാറാം. ഈ വചനം അതിന് നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആ വ്യാപാരി ഇറങ്ങി ചെന്നതുപോലെ ഇറങ്ങി ചെല്ലുവാൻ ഈ കഥ നമ്മളെ പഠിപ്പിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.